ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡംപൊട്ടൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ എന്താണ് ഐഡംപൊട്ടൻസി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സെനാരിയോ, ഒരു സിറ്റുവേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഞാൻ ആമസോണിൽ നിന്ന് ഒരു മൊബൈൽ ഓർഡർ ചെയ്യണം. ഓക്കെ, സോ ഞാൻ ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, അതിൽ നിന്ന് മൊബൈൽസ് സെർച്ച് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൊബൈൽ സെലക്ട് ചെയ്തു, ഞാൻ ഓർഡർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പ്ലേസ് ഓർഡർ കൊടുത്തു. പക്ഷേ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു എറർ മെസ്സേജാണ് വന്നത്, അതായത് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഡ്യൂ ടു സം സിസ്റ്റം എറർ. ഓക്കെ, സോ അപ്പോൾ അവർ പറയുന്നത് ഒന്നുകൂടെ റീട്രൈ ചെയ്യാൻ. ഞാൻ ഒന്നുകൂടെ റീട്രൈ ചെയ്തു, ആ സെയിം ഓർഡർ തന്നെ ഒന്നുകൂടെ റീട്രൈ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്തു. ഈ സമയത്ത് എൻ്റെ ഓർഡർ പ്ലേസ് ആയി, സക്സസ് മെസ്സേജ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓർഡേഴ്സ് ടേബിളിലോട്ട് ചെന്നപ്പോൾ എനിക്കവിടെ 2 ഓർഡേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് കുറച്ച് മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത് ഫെയിലിയർ എന്ന് കാണിച്ച് സെയിം ഓർഡർ സക്സസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത് പ്ലേസ് ചെയ്ത ഓർഡറും എനിക്കവിടെ സക്സസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ എന്തായിരിക്കും കാരണം? സോ അതിനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ മനസ്സിലാക്കണം. അതായത് ഞാനിവിടെ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും ഒരു പോസ്റ്റ് റിക്വസ്റ്റ് HTTP റിക്വസ്റ്റ് ആമസോണിൻ്റെ സെർവറിലോട്ട് പോകും. അതിൽ എൻ്റെ ഓർഡർ ഡാറ്റ ഉണ്ടാവും. എന്നിട്ട് സെർവർ എന്താ ചെയ്യുന്നത്? എൻ്റെ ആ റിക്വസ്റ്റിൽ വന്നിട്ടുള്ള ഓർഡർ ഡാറ്റ വാലിഡേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യും. ആ ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഇങ്ങനെ ഓർഡർ എല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷം ഈ സെർവർ നമ്മുടെ ക്ലയൻറ്റിന് ഒരു റെസ്പോൺസ് കൊടുക്കും, സക്സസ് ആയെന്നും പറഞ്ഞിട്ട് ഒരു 200 റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, ദെൻ ക്ലയൻറ്റിന് ഇങ്ങനെ ഒരു 200 സക്സസ് റെസ്പോൺസ് വന്നു കഴിയുമ്പോഴാണ് ക്ലയൻറ്റ് നമുക്കൊരു സക്സസ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ ഫസ്റ്റ് സെനാരിയോയിൽ എൻ്റെ ഓർഡർ ഫെയിലിയർ ആയി എന്ന് എനിക്ക് ക്ലയൻറ്റ് എന്നെ കാണിച്ചു. പക്ഷേ ആക്ച്വലി സെർവർ സൈഡിൽ എന്തായിട്ടുണ്ട്? ആ ഓർഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓർഡേഴ്സ് ടേബിളിൽ പോയപ്പോൾ ഫെയിലിയർ ആയി എന്ന് പറഞ്ഞ ഓർഡറും അവിടെ സക്സസ് ആയിട്ട് കാണിച്ചത്. ഓക്കെ, അതിനെന്തായിരിക്കും കാരണം? ഇവിടെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കുന്നതാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം അത് സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രൊസീജിയർ പറഞ്ഞത് എന്താ? സെർവർ ഓർഡർ പ്ലേസ് ചെയ്യും, അതും സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞ സ്റ്റെപ്പ് എന്താ? സെർവർ ഒരു സക്സസ് റെസ്പോൺസ് ക്ലയൻറ്റിന് കൊടുക്കുന്നു പറഞ്ഞു. ഓക്കെ, സപ്പോസ് അവിടെ മേ ബി ഒരു നെറ്റ്വർക്ക് ഗ്ലിച്ചോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എറർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. സോ ക്ലയൻറ്റിന് കിട്ടിയത് എന്താണ്? ഒരു ഫെയിലിയർ മെസ്സേജാണ്. സോ ക്ലയൻറ്റിന് സെർവർ സൈഡിൽ നിന്ന് ഫെയിലിയർ മെസ്സേജ് കിട്ടിയപ്പോൾ ക്ലയൻറ്റ് എന്ന് വിചാരിച്ചു, ഓർഡർ ഒന്നും പ്ലേസ് ആയിട്ടില്ല, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, സോ ഓർഡർ പ്ലേസ് ആയിട്ടില്ല എന്നുള്ള ക്ലയൻറ്റ് എന്ത് ചെയ്തു? നമുക്ക് മെസ്സേജ് തന്നു. ഓക്കെ, ക്ലയൻറ്റിന് അറിയില്ലല്ലോ സെർവറിൽ റെസ്പോൺസ് ക്രിയേറ്റ് ആയോ എന്നുള്ളത്. സോ ക്ലയൻറ്റ് എപ്പോഴും സെർവറിൽ നിന്ന് എന്താണോ റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത് അതനുസരിച്ചാണ് നമുക്കിവിടെ റെസ്പോൺസ് തരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ റീട്രൈ ചെയ്തു, അതായത് ഒന്നും കൂടെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റ് സക്സസ് ആയി. അതായത് അപ്പോൾ രണ്ടാമത്തെ റിക്വസ്റ്റും അവിടെ ആ ഒരു ഓർഡർ പ്ലേസ് ആയി. ഓക്കെ, സോ ശരിക്കും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ ഓരോ റിക്വസ്റ്റും നോക്കണം. അതായത് വരുന്ന റിക്വസ്റ്റ് നമ്മൾ ഓൾറെഡി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സെർവർ സൈഡിലൊരു വെരിഫിക്കേഷൻ നടത്തണം. ഓക്കെ, അങ്ങനെ ഓൾറെഡി ഈ രണ്ടാമത് വന്ന റിക്വസ്റ്റ് ഓൾറെഡി പ്രോസസ്സ് ചെയ്ത റിക്വസ്റ്റ് ആണെങ്കിൽ ആ ഒരു ഓർഡർ അവിടെ പ്ലേസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം നമുക്കൊരു നോട്ട് മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ 301 റെസ്പോൺസ് ആണ് നമുക്ക് തരേണ്ടത്. കാരണം ഓൾറെഡി ആ സെയിം റിക്വസ്റ്റ് ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ അടുത്ത് വരുന്ന റിക്വസ്റ്റും ഈ സെയിം റിക്വസ്റ്റ് ആണ്, ഓൾറെഡി നമ്മൾ സെർവർ പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റ് ആണ്. സോ സെർവർ ആ റിക്വസ്റ്റിനെ വീണ്ടും പ്രോസസ്സ് ചെയ്ത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ സെർവർ നമുക്ക് ഒരു റെസ്പോൺസ് തരണം, നോട്ട് മോഡിഫൈഡ്, അതായത് ഓൾറെഡി ഈ ഒരു റിക്വസ്റ്റ് പ്രോസസ്ഡ് ആണ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഐഡംപൊട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസിക് കോഡ് എഴുതിയിട്ടുണ്ട്. അതായത് ഐഡംപൊട്ടൻസ് ഇല്ലാതെ നോർമൽ രീതിയിലുള്ള ഒരു ഓർഡർ പ്ലേസിങ്ങിൻ്റെ APIs ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, Node.jsൽ എക്സ്പ്രസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഞാനിവിടെ അതായത് എക്സ്പ്രസ് ഫ്രെയിംവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാനിവിടെ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു അറേ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഡാറ്റാബേസ് കണക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. അതിന് പകരം ഞാനൊരു ഈ ഒരു അറേയാണ്, ഓർഡേഴ്സ് എന്ന് പറയുന്ന അറേനെയാണ് ഞാൻ എൻ്റെ ഡാറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഞാനിവിടെ ഒരു വാലറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ വാലറ്റിലുള്ള എമൗണ്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ഈ ഒരു വേരിയബിൾ കൊടുത്തിട്ടുള്ളത്. ദെൻ എൻ്റെ കയ്യിൽ 2 APIs ഉണ്ട്. ഓർഡർ എന്ന് പറയുന്ന ഒരു API, ഓർഡർ പ്ലേസ് ചെയ്യാൻ. ദെൻ എൻ്റെ ബാലൻസ് കാണിക്കാനുള്ള ഒരു ബാലൻസ് API. ഓക്കെ, ഈ ബാലൻസ് APIയിൽ ഒന്നും ചെയ്യുന്നില്ല, ആ വാലറ്റിലുള്ള ബാലൻസ് എത്രയാണോ അതെടുത്ത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഓർഡർ API ചെയ്യുന്നത് എന്താ വെച്ചാൽ ആദ്യം വരുന്ന നമുക്ക് റിക്വസ്റ്റിൽ കിട്ടുന്നത് ഏതാണോ ഐറ്റം അതിൻ്റെ പ്രൈസ് എത്രയാണ്. ഓക്കെ, സോ ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിനെ വാലിഡേറ്റ് ചെയ്യും. നമ്മളെ വാലറ്റിലുള്ള ബാലൻസും
വരുന്ന ഐറ്റത്തിൻ്റെ പ്രൈസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ദെൻ അതില്ലെങ്കിൽ നമ്മളൊരു എറർ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. അത് ദെൻ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളത് ഓർഡേഴ്സ് അറേയിലോട്ട് പുഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാലറ്റിൽ നിന്നും എത്രയാണോ എമൗണ്ട് അത് അതിൽ നിന്ന് മൈനസ് ചെയ്യും. ദെൻ നമ്മളൊരു റെസ്പോൺസ് കൊടുക്കും, സക്സസ് റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് നോഡ് server.js. ഓക്കെ, ഇത് നമുക്ക് ഈ APIs ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ പറഞ്ഞു നമുക്ക് ബാലൻസ് എന്ന് പറയുന്ന ഒരു API ഉണ്ട്. സോ അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് 500 കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നു. സോ നമ്മുടെ ഓർഡർ API എടുത്തു. ദെൻ അതിൽ ഐറ്റം ഞാൻ ഒരു ജോഗർ കൊടുത്തു. ദെൻ പ്രൈസ് 250 കൊടുത്തു. ഓക്കെ, ഞാൻ ജോഗർ ഹിറ്റ് ചെയ്തു. ഇവർ ഓർഡർ പ്ലേസ്ഡ്, നമുക്കൊരു ഓർഡർ ഐഡിയും കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ വാലറ്റ് നോക്കുവാണെങ്കിൽ അതിൽ 250 റുപ്പീസ് ആണുള്ളത്, കാരണം 250 അതിൽ നിന്ന് മൈനസ് ചെയ്തു. ഓക്കെ, സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെനാരിയോ നമ്മളിവിടെ, അതായത് ഒരു റീട്രൈ സിറ്റുവേഷൻ വരികയെന്ന് വിചാരിക്കും, ഒരു ക്ലയൻറ്റ് സൈഡിൽ ഒരു എറർ വന്നു. ഓക്കെ, സോ ഞാൻ റീട്രൈ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു റീട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആ സെയിം API ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ റീട്രൈ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാം ഓർഡർ പ്ലേസ്ഡ് വിത്ത് വേറൊരു ഐഡിയിൽ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വാലറ്റ് നോക്കുമ്പോൾ ഇതിൽ 0 റുപ്പീസ്, കാരണം 2 തവണ എൻ്റെ ഓർഡർ പ്ലേസ് ആയി. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഓരോ റിക്വസ്റ്റിൻ്റെ കൂടെയും ഒരു ഐഡംപൊട്ടൻസി കീ പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ കീ നമ്മൾ നമ്മുടെ സെർവർ സൈഡിൽ വാലിഡേറ്റ് ചെയ്യും. അതായത് ഓരോ കീക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്യാഷിൽ നമ്മളൊരു ക്യാഷ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആ ക്യാഷിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഓരോ തവണ റിക്വസ്റ്റ് വരുമ്പോഴും നമ്മുടെ ആ റിക്വസ്റ്റിൻ്റെ ഹെഡറിൽ വരുന്ന ഐഡംപൊട്ടൻസി കീ ആയിട്ട് മാച്ച് ചെയ്യും. ഇങ്ങനൊരു ഐഡംപൊട്ടൻസി കീയിൽ ഓൾറെഡി റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ക്യാഷിൽ കമ്പയർ ചെയ്യും. ദെൻ ഓൾറെഡി ഈ ഒരു ഐഡംപൊട്ടൻസി കീക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് കൊടുക്കും. അതല്ലെങ്കിൽ പുതിയൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ആ ഐഡംപൊട്ടൻസി കീയും കറസ്പോണ്ടിങ് റെസ്പോൺസും നമ്മൾ ക്യാഷിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ലോക്കലി ഒരു ഒബ്ജക്റ്റാണ് ഞാൻ എൻ്റെ ക്യാഷായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു റെഡിസ് ഷെയർഡ് ക്യാഷൊക്കെ ഒരു ഹൈ ലെവലിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. നമുക്കൊരു ചുമ്മാ ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് ഞാനൊരു എൻ്റെ ക്യാഷ് ഇംപ്ലിമെൻറ്റ്, സോ ക്യാഷ് ഈക്വൽ ടു ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ഓർഡർ APIയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ക്യാഷിൽ ഈ ഒരു ഐഡംപൊട്ടൻസ് കീയിൽ ഐറ്റം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ഇഫ് ക്യാഷ് ഓഫ്, നമ്മൾ ഐഡംപൊട്ടൻസ് കീ വരുന്നത് ഹെഡറിലാണ്, റിക്വസ്റ്റ് ഹെഡറിലാണ്. സോ റിക്വസ്റ്റ് ഡോട്ട് ഹെഡേഴ്സ് ഓഫ്, നമ്മുടെ കീയുടെ നെയിം കൊടുക്കുന്നത് എക്സ് ഐഡംപൊട്ടൻസ് കീ. ഇങ്ങനൊരു റിക്വസ്റ്റ് അതിലുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഐഡംപൊട്ടൻസ് കീയിൽ ഓൾറെഡി ഒരു റെസ്പോൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്ത് റിട്ടേൺ ചെയ്യും? റിട്ടേൺ res ഡോട്ട് സ്റ്റാറ്റസ് 301 ഡോട്ട് സെൻഡ് നോട്ട് മോഡിഫൈഡ്. കാരണം ഈ ഒരു ഓർഡർ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി കൊടുത്ത ഓർഡറാണ്. ഓക്കെ, അത് റീട്രൈ ചെയ്യാന്നുള്ളത് സെർവർ മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്യും? ഓക്കെ, ഇനി സപ്പോസ് അങ്ങനെ ഒരു കീ ഇല്ല, അപ്പോൾ അതിനർത്ഥം എന്താ? സെർവറിന് മനസ്സിലായി ഇങ്ങനെ ഒരു ഐഡംപൊട്ടൻസ് കീയിൽ ഓൾറെഡി റെസ്പോൺസ് ഒന്നുമില്ല, സോ അതൊരു പുതിയൊരു റിക്വസ്റ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓർഡർ പ്ലേസിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും. എന്നിട്ട് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ആ ഒരു റെസ്പോൺസ് നമ്മുടെ ക്യാഷിലോട്ട് ആഡ് ചെയ്യണം. സോ അതിനായിട്ട് ക്യാഷ് ഓഫ് റിക്വസ്റ്റ് ഡോട്ട് ഹെഡേഴ്സ് ഓഫ് എക്സ് ഐഡം, അതായത് ഈ സെയിം സംഭവം നമ്മൾ ഇവിടെ മുകളിൽ കൊടുത്ത റിക്വസ്റ്റ് ഡോട്ട് ഐഡംപൊട്ടൻസ് കീ. കീ ഈക്വൽ ടു ഈ റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്തു? ക്യാഷിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നോഡ് server.js, ദെൻ നമ്മുടെ പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്യാം. ദെൻ അതിനായിട്ട് നമ്മുടെ ഹെഡറിൽ ആ ഒരു എക്സ് ഐഡംപൊട്ടൻസ് കീ കൊടുക്കണം. സോ എക്സ് ഐഡംപൊട്ടൻസ് കീ, ഇത് നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ളൊരു UUID ആണ് നമ്മൾ ഐഡംപൊട്ടൻസ് കീ ആയിട്ട് കൊടുക്കുക. സോ അതിനായിട്ട് ഞാൻ ഇവിടുന്ന് ഒരു UUID കോപ്പി ചെയ്തു. ദെൻ എന്നിട്ട് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, നമുക്ക് അത് നോക്കാം. ആദ്യം എൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 500 റുപ്പീസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ ജോഗറിൻ്റെ 250 റുപ്പീസ് ഉണ്ട്, ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ട്, 201 ആണ്, സക്സസ് ആണ്. സോ ഞാൻ എൻ്റെ ബാലൻസ് നോക്കുമ്പോൾ 250 തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ സെയിം ഓർഡർ തന്നെ ഞാൻ ഒന്നുകൂടെ, അതായത്
നമ്മുടെ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ, അതായത് ക്ലയൻറ്റ് സൈഡിൽ എന്തോ ഒരു എറർ കാണിച്ചു, സോ ഒന്നുകൂടെ റീട്രൈ ചെയ്യാൻ പറഞ്ഞു, കാരണം സെർവറിൽ ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ സിറ്റുവേഷനിൽ ഞാൻ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, നോട്ട് മോഡിഫൈഡ് 301. കാരണം ഞാൻ ഒരു മിനിറ്റ്, അതിന് മുമ്പ് നമുക്ക് ബാലൻസ് നോക്കാം. സോ ബാലൻസ് ഇപ്പോഴും 250 ആണ്, അതായത് ഓർഡർ പ്ലേസ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഈ ഓർഡറിൽ കൊടുത്ത ഐഡംപൊട്ടൻസ് കീ എന്താണ്, നമ്മൾ ഈ രണ്ട് ഓർഡറിലും ഐഡംപൊട്ടൻസ് കീ സെയിം ആണ് കൊടുത്തത്. സോ സെർവർ ഈ ഐഡംപൊട്ടൻസി കീ യൂസ് ചെയ്തിട്ടാണ് പുതിയ റിക്വസ്റ്റ് ആണോ ഓൾറെഡി പ്രോസസ്സ് ചെയ്ത റിക്വസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, ഇനി സപ്പോസ് എനിക്ക് പുതിയൊരു ഓർഡർ പ്ലേസ് ചെയ്യണം, ഞാൻ ജോഗർ മാറ്റി എനിക്കൊരു ബാഗ് ഓർഡർ ചെയ്യണം, ഒരു 100 റുപ്പീസിൻ്റെ ഒരു ബാഗ് ഞാൻ ഓർഡർ ചെയ്യാണ്. സോ അതിനായിട്ട് അപ്പോൾ അതൊരു പുതിയ റിക്വസ്റ്റ് ആണ്, അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഐഡംപൊട്ടൻസി മാറ്റി കൊടുക്കണം. സോ അതിനായിട്ട് ഞാൻ പുതിയൊരു ഐഡംപൊട്ടൻസി ജനറേറ്റ് ചെയ്തു. ദെൻ ഈ ഐഡംപൊട്ടൻസി കീ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പുതിയ റിക്വസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഈ ഐഡംപൊട്ടൻസി കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ ഐഡംപൊട്ടൻസി മാറ്റി. ഓക്കെ, ഇനി ഞാൻ ഈ റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം റിക്വസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, ബാലൻസ് നോക്കിയാൽ 150 ആണ്. ഓക്കെ, ഞാൻ ഈ സെയിം റിക്വസ്റ്റിന് ഞാൻ ഒന്നുകൂടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് മോഡിഫൈഡ്, കാരണം ഐഡംപൊട്ടൻസ് കീ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡംപൊട്ടൻസി നമ്മൾ Node.jsൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ക്ലയൻ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ്മാൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്ലയൻ്റ് ആയിട്ട് സപ്പോസ് ഒരു റിയൽ യൂസ് കേസിൽ വേണമെങ്കിൽ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷനോ എന്തോ ആവാം. ഇപ്പോൾ നമ്മൾ റിയാക്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആക്സിയോസ് ആയിരിക്കും കോമൺ ആയിട്ട് API വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആക്സിയോസ് യൂസ് ചെയ്യുമ്പോൾ ആക്സിയോസ് റീട്രൈ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ ആക്സിയോസ് റീട്രൈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫെയിലിയർ ആയിട്ടുള്ള റിക്വസ്റ്റ് റീട്രൈ ചെയ്യാൻ പറ്റും, സെയിം ഐഡംപൊട്ടൻസി കീ വെച്ചിട്ട്. ഈ ഐഡംപൊട്ടൻസി കീ ജനറേറ്റ് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡിലാണ്. ഓക്കെ, സോ ക്ലയൻറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഈ ആക്സിയോസ് റീട്രൈ വെച്ചിട്ട് ഈ ഫെയിലിയർ ആയിട്ടുള്ള റിക്വസ്റ്റുകളെ നമുക്ക് റീട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഐഡംപൊട്ടൻസി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അതല്ലെങ്കിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ID ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.